വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് കുടുംബവും അറിയിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കോളേജിൽ നടന്ന മരണങ്ങളിൽ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതീഷ് വീണ്ടും ചേരുന്നുണ്ട്. പ്രതീഷ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം അത് CBIക്ക് വിടുന്നു. കൂടുതൽ പേരെക്കുറിച്ചുള്ള ചില സംശയങ്ങളും പരാതികളും ഒക്കെ തന്നെ ഇന്ന് പിതാവ് നമ്മളോട് പറയുകയുമുണ്ടായി. അതുമാത്രമല്ല, സിദ്ധാർത്ഥിന്റെ ആ യാത്രയിൽ ട്രെയിനിൽ എന്താണ് സംഭവിച്ചത്, ഒപ്പം ഉണ്ടായിരുന്നത് ആരായിരുന്നു, അവരെക്കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ തന്നെ പിതാവ് പറയുന്നു. തീർച്ചയായിട്ടും അതെല്ലാം ഈ അന്വേഷണത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വരുമ്പോൾ ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും സ്മിത, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 18 പേരെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പേർ ഈ പ്രതികളായി കേസിൽ ഉൾപ്പെടും എന്നതാണ് കുടുംബം പറയുന്ന കാര്യം. ചില വിദ്യാർത്ഥികളുണ്ട്, സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ വിദ്യാർത്ഥികളുണ്ട്. ഇവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല. ചില രാഷ്ട്രീയ സ്വാധീനത്താൽ ഇവരെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇനി ഈ അന്വേഷണവുമായി, അല്ലെങ്കിൽ CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടത് ആ ഒരു കാരണം കൂടി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CBI പോലുള്ള ഏജൻസികൾ വരുന്നതോടുകൂടി തന്നെ എല്ലാ രീതിയിലുമുള്ള അന്വേഷണം നടക്കുകയും സമഗ്രമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളിലേക്കും ഈ അന്വേഷണം എത്തുമെന്നും കുടുംബം കരുതുന്നുണ്ട്. മാത്രമല്ല, ഈ കൂടുതൽ പ്രതികൾ, അതായത് ഈ റിപ്പോർട്ടിലടക്കം, ഈ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിലടക്കം കൂടുതൽ ഈ വിദ്യാർത്ഥികളുടെ പങ്ക് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥികളിൽ ചിലരുടെ പേര് പ്രതിപട്ടികയിൽ ഇല്ല എന്ന് ഇന്ന് രാവിലെയും സിദ്ധാർത്ഥിൻ്റെ പിതാവ് സൂചിപ്പിച്ചിരുന്നു. ക്രൂരമായ മർദ്ദനം ഈ ക്യാമ്പസിൽ നടന്നു. മാത്രമല്ല, ക്രിമിനൽ ഗൂഢാലോചന കുറ്റം പിന്നീട് ഈ കേസിൽ പോലീസ് ചുമത്തിയിരുന്നു. അതായത് കൃത്യമായൊരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥിനെ തിരികെ കോളേജിലേക്ക് ക്ഷണിക്കുകയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നല്ല, കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി നടത്തിയ ഒരു മർദ്ദനവും അതിനെ തുടർന്നുണ്ടായ മരണവുമാണ് എന്നതാണ് കുടുംബം പ്രധാനമായും പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. നിലവിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഒരിക്കലും കുടുംബം തെറ്റു പറയുന്നില്ല. കൃത്യമായൊരു അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളൊരു പരാതി കൂടിയാണ് ഇപ്പോൾ കുടുംബം CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഒരു കാരണമായി പറയുന്നത്. മാത്രമല്ല, ഈ തെളിവെടുപ്പിലടക്കം കൃത്യമായി സിദ്ധാർത്ഥ നേരിട്ട സമാനതകളില്ലാത്ത ക്രൂരതകൾ പുറത്തു വന്നിരുന്നു. അതിൽ ഈ ചെറിയ ദുർബലമായ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 വർഷം കഴിയുമ്പോൾ പ്രതികൾ പുറത്തിറങ്ങുമെന്നും വൈകാതെ തന്നെ പ്രതികൾക്ക് ജാമ്യത്തിലിറങ്ങാൻ കഴിയുമെന്നും കുടുംബം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര ഏജൻസി ഈ കേസ് അന്വേഷിച്ചെങ്കിൽ മാത്രമേ സിദ്ധാർത്ഥിന് നീതി കിട്ടൂ എന്ന് കുടുംബം ആവർത്തിച്ച് പറയുകയാണ്. സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു ആവശ്യം പൂർണ്ണമായും സർക്കാർ ഈ ഘട്ടത്തിൽ അംഗീകരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വൈകാതെ CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിടും. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സ്മിത, പ്രതീഷ്, പിതാവിനോട് ഈ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നു? സ്മിത, പിതാവിൻ്റെ അടുത്തേക്ക് നമ്മുടെ പ്രതിനിധി പോയിട്ടുണ്ട്. നേരത്തെ ഫോണിൽ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നതാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശ് പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർ പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്നു. കാരണം അത്തരത്തിലൊരു അനുകൂല നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാരണം മുഖ്യമന്ത്രിയെ കാണാൻ എത്തുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ആദ്യം കുടുംബം പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം കൊണ്ടാണ് കുടുംബം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയത്. നടന്ന കാര്യങ്ങൾ എല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ആവശ്യം CBI അന്വേഷണമല്ല, എങ്കിൽ അത് നടക്കട്ടെ. ഇതായിരുന്നു മുഖ്യമന്ത്രി സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തോട് പറഞ്ഞ മറുപടി. ആ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ട് ഇറങ്ങി ഏകദേശം അരമണിക്കൂറിനുള്ളിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത്. CBI അന്വേഷണം നടത്താൻ, അല്ലെങ്കിൽ അന്വേഷണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറങ്ങുന്നത് അല്പസമയം മുമ്പാണ്. എന്തായാലും ഈ അന്വേഷണത്തെ സർക്കാർ പൂർണ്ണമായി, സിദ്ധാർത്ഥിൻ്റെ കുടുംബം പൂർണ്ണമായും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. അലക്സ്, എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്?
സ്മിത, സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ഇന്ന് കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിന്റെ ആരോപണ നിഴലിൽ പ്രതിരോധത്തിലായത് സർക്കാരാണ്, LDF ആണ് ഈ കേസിൽ പുറത്തു വന്നത്. 24 ഈ കേസ് പുറത്തുവിട്ട ആദ്യഘട്ടം മുതൽ ഇതിൽ പ്രതിരോധത്തിലായത് സർക്കാരാണ്, പോലീസാണ്. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികളുണ്ട് എന്ന ആരോപണം ആദ്യഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഡീനും അസിസ്റ്റന്റ് വാർഡനും അടക്കം ഈ വിഷയത്തിൽ പങ്കുണ്ട്. അവരൊക്കെ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞതാണ്. പക്ഷേ അവർ അത് മറച്ചുവെക്കാൻ, പർപ്പസ്ഫുള്ളി മറച്ചുവെക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുടുംബം ആവർത്തിച്ച് 24-ലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ പുറത്തു പറഞ്ഞുകൊണ്ടിരുന്നതാണ്. സംസ്ഥാന പോലീസിൽ ഈ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന പോലീസിൽ അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല തങ്ങൾക്ക് എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പലവട്ടം പറഞ്ഞതാണ്. പക്ഷെ പോലീസിൽ വിശ്വാസമുണ്ട്. പോലീസിന്റെ കൈകൾ പക്ഷെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം പല പ്രതികളെയും പിടികൂടാത്തത് നേതാക്കൾ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ പ്രതികളുടെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തതിന് ശേഷം അവർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അവരുടെ സമരത്തിന്റെ മുദ്രാവാക്യവുമായി അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ കേസ് അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നായിരുന്നു. അത് BJPയും കോൺഗ്രസും ഒരുപോലെ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണം വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്.